ഹായ്. നിങ്ങൾ മുടി ചൂടുവെള്ളത്തിലാണോ കഴുകുന്നത്? തണുപ്പാകുമ്പോഴോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകി ശീലമുള്ളവരുണ്ടല്ലോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നത് നിങ്ങൾ നിർത്തണം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ നമ്മുടെ തലയിൽ വീഴുമ്പോഴത്തേക്കും നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ ബാധിക്കും. അത് മുടിയുടെ എന്താ പറയുന്നത് വളരാനുള്ള ഇതിനെ അത് ബാധിക്കും. പിന്നെ മുടി കൊഴിച്ചിലും കൂടും. മുടി ഡാമേജ് ആകാൻ അത് ചൂടുവെള്ളം ഹോട്ട് വാട്ടർ ഭയങ്കരമായിട്ട് മുടി ഡാമേജ് ആകാനായിട്ട് കാരണമാകും. സോ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നിർത്തണം. എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹോട്ട് വാട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിർത്തണം എന്ന്. പിന്നെ ഒറ്റയടിക്ക് നിർത്തണ്ട. പയ്യെ കുറച്ച് ചൂട് കുറച്ച് വന്ന് ലൂക്ക് വാം ആക്കി, ലൂക്ക് വാമിലും താഴെയാക്കി പിന്നെ ഒരു നോർമൽ ഇതിലോട്ട് ഒരു 1 മന്തോ 2 മന്തോ എടുത്തിട്ടാണെങ്കിലും നിങ്ങളത് ചെയ്താൽ മതി. പക്ഷേ എന്തായാലും ഈ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് മുടിയിൽ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. പയ്യെ കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അസുഖം വരുന്നെന്നുള്ള പേടിയൊന്നും വേണ്ട. അത് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ വേറൊന്ന്, പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും നമ്മളെ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളമാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ സമയത്തും നിങ്ങൾക്ക് തലയിൽ ലൂക്ക് വാം വാട്ടർ എന്തോ യൂസ് ചെയ്യാൻ നോക്കിയാൽ മതി. ഒരുപാട് ചൂടില്ലാത്ത ലൂക്ക് വാം ആയിട്ട് വളരെ ചെറിയ ചൂടുള്ള വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ മുടി കൊഴിയുന്നത് പ്രഗ്നൻസി കഴിയുമ്പോഴത്തേന് കുറേ മുടി കൊഴിയില്ല. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മുടി കൊഴിയുന്നത്. സോ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പയ്യെ അത് സ്റ്റോപ്പ് ചെയ്യുക. എനിക്കത് ഷെയർ ചെയ്യണം തോന്നി.